മിന്നൻ പഠിച്ച പാഠം. മിടുക്കനായിരുന്നു മിന്നനണ്ണാൻ. കായ്കളും വിത്തുകളുമെല്ലാം ശേഖരിക്കാൻ അവന് ഇഷ്ടമായിരുന്നു. എല്ലാ ദിവസവും അവൻ കാട്ടിലൂടെ ഓടി നടന്ന് പഴങ്ങളും വിത്തുകളും കായ്കളും ശേഖരിക്കും. എന്നിട്ടോ കഴിച്ചതിനു ശേഷം ബാക്കി വരുന്നവ മറ്റാർക്കും കൊടുക്കാതെ ഇലകൾക്കടിയിലും മണ്ണിലെ പൊത്തുകളിലും പാറക്കൂട്ടങ്ങളിലും ഒളിച്ചു വയ്ക്കും. മഞ്ഞുകാലം വരുമ്പോൾ, ആഹാരത്തിന് ക്ഷാമം വരുമ്പോൾ അവയെല്ലാം എടുക്കാമല്ലോ അവൻ കരുതി. പക്ഷേ മിന്നനൊരു പ്രശ്നമുണ്ടായിരുന്നു. അവൻ ഒളിപ്പിച്ചതെല്ലാം എവിടെയാണെന്ന് മറന്നുപോകും. പിന്നീട് കായ്കളും വിത്തുകളും ഒളിപ്പിച്ചു വെച്ച സ്ഥലം തേടി നടപ്പാണ്. അതാണ് അവൻ്റെ പണി. മിടുക്കനണ്ണാൻ മിന്നൻ കായും ഫലവും തേടും, ഒളിച്ചതെല്ലാം വയ്ക്കും, വെച്ചതു പിന്നെ മറക്കും, വെച്ചതു പിന്നെ മറക്കും. അങ്ങനെ മഞ്ഞുകാലമായി. ഒരു പ്രഭാതത്തിൽ മിന്നന് വിശന്നു. പതിവ് പോലെ താൻ ആഹാരം ശേഖരിച്ചു വെച്ച സ്ഥലം അവൻ മറന്നിരുന്നു. അവൻ പലയിടത്തും പരിശോധിക്കാൻ തുടങ്ങി. പക്ഷേ എത്ര തിരഞ്ഞിട്ടും അവനെ ഒളിപ്പിച്ചതൊന്നും കണ്ടെത്താനായില്ല. അയ്യോ, മഞ്ഞുകാലം മുഴുവൻ ഞാൻ വിശന്നിരിക്കേണ്ടി വരുമല്ലോ. മിന്നന് സങ്കടമായി. അപ്പോഴാണ് അവൻ്റെ ചങ്ങാതിയായ ചിക്കു പരുന്ത് അങ്ങോട്ട് വന്നത്. കാര്യമറിഞ്ഞ ചിക്കു പറഞ്ഞു, വിഷമിക്കേണ്ട മിന്ന, കാട്ടിലെ അരയാൽ മരത്തിന് കീഴിൽ ഞാൻ കുറച്ച് കായ്കൾ കണ്ടു. അവർ ഒരുമിച്ച് അരയാലിൻ്റെ അടുത്തെത്തി. ചിക്കു പറഞ്ഞതുപോലെ കുറച്ച് കായ്കൾ അവിടെ ഉണ്ടായിരുന്നു. നന്ദി ചിക്കു, നീ ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് ചത്തുപോയേനെ. അവൻ അതിൽ നിന്ന് കുറച്ച് ചിക്കുവിന് കൊടുത്തു. വരുന്ന വഴിയിൽ ഭക്ഷണം ശേഖരിക്കുന്ന മിന്നുമുയലിനെയും കീരൻ മുള്ളൻ പന്നിയെയും അവർ കണ്ടുമുട്ടി. കണ്ടെത്തിയ കായകൾ മിന്നൻ അവർക്കും പങ്കിട്ടു. വളരെ നന്ദി മിന്ന, ഭക്ഷണം കിട്ടാതെ വിശന്നു വലഞ്ഞിരിക്കുകയായിരുന്നു അവരെല്ലാം. പിന്നീട് മിന്നനൊപ്പം അവർ ശേഖരിച്ചു വെച്ച ഭക്ഷണം തിരയാൻ അവരും കൂടി. അന്നു രാത്രി തൻ്റെ കൂട്ടിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ മിന്നൻ ഒരു കാര്യം മനസ്സിലാക്കി. ആഹാരം ഒളിച്ചു വയ്ക്കാനുള്ളതല്ല, പങ്കുവയ്ക്കാനുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ വയറും മനസ്സും നിറയും. പതിവായ ആഹാരങ്ങൾ പങ്കുവെച്ച് കഴിക്കാം. പകുത്തു നൽകിയിടുമ്പോൾ പതിയെ സ്നേഹം നിറയും.